ഇതെന്താ അറിയോ, ഫസ്റ്റത്തെ കാര്യം നമ്മൾ ഈ മനസ്സുകൊണ്ട് ചേർത്ത് വെക്കണം എന്നുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ മലയാളീസിനാണ് കൂടുതൽ. നമ്മൾ ഇതിൻ്റെ ഫസ്റ്റത്തെ വണ്ടി ഞാൻ കൊടുക്കില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് കൂടുതൽ. ഞങ്ങൾ എന്തായാലും സെയിൽ ചെയ്യണം, നമുക്കിത് കൊടുക്കണം. നമുക്കിവിടെ ഒരു മോഹവില പറഞ്ഞിട്ട് ഇവിടെ അങ്ങോട്ട് നിർത്തിയിടാൻ പറ്റില്ല. ഈ വണ്ടിയാണ് ഇപ്പോൾ ജഡ്ജ്. ഇത് നല്ല പവറുണ്ട്, നല്ല അടിപൊളി വർക്കിംഗ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഇത് അതുകൊണ്ട് വർക്കിംഗ് ഉണ്ട് വെച്ചാൽ നമ്മൾ ഒരു വണ്ടിനെക്കാട്ടും ഒരു 50,000 കൂടുതൽ ചോദിച്ചുകൊണ്ട് വിൽക്കാതിരിക്കാൻ പറ്റില്ല. നമുക്ക് വിൽക്കണം. പക്ഷേ ഇത് കയ്യുള്ള ആൾക്കാരൊന്നും കൊടുക്കില്ല. അപ്പം നിന്റെ നാട്ടിൽ തന്നെ നീ ചിലപ്പോൾ 10 കൊല്ലം മുമ്പ് കാണുന്ന ആൾ ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ടാവും. പോലും കൊടുക്കില്ല. അപ്പോൾ ഈ കിട്ടാത്ത സാധനത്തിനാണ് വില കൂടുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ 2 സ്ട്രോക്ക് ബൈക്ക് ഷോറൂം ആയിട്ടുള്ള റയർ പിസ്റ്റൺ ഗാരേജിലാണ് വന്നിട്ടുള്ളത്. ദ ബിഗ്ഗസ്റ്റ് 2 സ്ട്രോക്ക് ബൈക്ക് ഷോറൂം ഇൻ ഇന്ത്യ, റയർ പിസ്റ്റൺ ഗാരേജ്. रॉयल पिस्टन गैरेज में आपका स्वागत है। हम आपके लिए लेके आए Yamaha RX-100, RX-130, RX-Z। देखो कितनी क्वांटिटी में पीछे SD रोड किंग है, Yamaha RD350 है, मैक्स 100, सामुराई, शोगन, चेतक, सभी टाइप की 2 स्ट्रोक गाड़ी के लिए आप हमें कांटेक्ट कर सकते हैं। रॉयल पिस्टन गैरेज केरल में है। आप जो भी ऑल इंडिया से कहीं भी लेना चाहते हो, हम पैन इंडिया डिलीवरी है। सभी गाड़ी पेपर वैलिड गाड़ियों में डील करते हैं। कोई भी गाड़ी लेना चाहते हैं तो नीचे दिए नंबर पर व्हाट्सअप करें। व्हाट्सअप पर आपको कैटलॉग मिल जाएगा, कैटलॉग लिंक आप जस्ट क्लिक करें, ओपन करें, उसमें आपको पूरी गाड़ियों की डिटेल मिल जाएगी। तो पूरी गाड़ी देख के जो भी आपको सेलेक्टेड, आपको जो पसंद आते हैं उसका स्क्रीनशॉट भेज के आप उसके बारे में आप डिटेल मांग सकते हैं। गाड़ी इतनी गाड़ियाँ रखते हैं, इतने लोग कॉल करते हैं, थोड़ा बिजी रहते हैं, कॉल नहीं उठाने पे आज कोई भी नाराज़ नहीं है। बहुत सारी गाड़ियाँ हैं आपके लिए, जी भर के गाड़ियाँ हैं। तो 2 स्ट्रोक पसंद करने वाले लोग जरूर हमारे वीडियो को लाइक करें, शेयर करें और सब्सक्राइब करें। हमारे फुल डिटेल वीडियो आगे बताते हैं। Yamaha RX-100, Yamaha RX-135, Yamaha RZ, ഷോഗൺ, മാക്സ് 100, സാമുറായി, ചേതക്, SD, ജാവ, റോഡ് കിങ്, അങ്ങനെ എല്ലാ വാഹനങ്ങളും അവൈലബിൾ ആണ്. ഏകദേശം 60ഓളം വണ്ടികളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് വണ്ടികളുണ്ട്. ഒരുപാട് വണ്ടികൾ എന്ന് പറയുമ്പോൾ ഏകദേശം 60ഓളം വണ്ടികളുണ്ട്. എൻ്റെ പുറകിൽ കാണുന്ന പോലെ തന്നെ കംപ്ലീറ്റ് വണ്ടികളാൽ നിറച്ചിരിക്കുകയാണ്. നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വണ്ടികളുള്ള ഒരു വീഡിയോ കൂടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് ഇരുന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടി നമ്മുടെ മുജീക്കോടെ നിൽക്കുന്നുണ്ട്. ഏകദേശം ഒരു 4 മാസമായിട്ടുണ്ടാവും. 4 മാസം കുറേയായി. എങ്ങനെയുണ്ട്? സുഖമല്ല? അടിപൊളി. ഓക്കെ, അത്യാവശ്യം കളക്ഷൻസ്, കംപ്ലീറ്റ് വണ്ടികൾ അല്ലേ? എല്ലാ വണ്ടികളും ഏകദേശം ഒരു 60ഓളം, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ 60ഓളം വണ്ടികൾ ഇന്നത്തെ വീഡിയോയിലുണ്ട്. ഉള്ളിലുണ്ട്, സർവീസ് സെന്ററിലുണ്ട്, വാട്ടർ സർവീസിട്ട് ഒരു 4-5 വണ്ടി അവിടെയുണ്ട്. അത്യാവശ്യം കളക്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ വണ്ടി പറഞ്ഞ പോലെ 135Z തന്നെ ഏറ്റവും കൂടുതൽ സെറ്റുള്ള സമയമാണ്. നമ്മുടെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ സെറ്റുള്ള വണ്ടി ഇതാണ്. ഏകദേശം ഈ കാണുന്നല്ലാതെ 2-3 വണ്ടി നമുക്ക് വർക്ക്ഷോപ്പിൽ നല്ല രീതിയിൽ പണിയുള്ള വണ്ടി, ഒന്ന് രജിസ്ട്രേഷൻ ഉണ്ട്, ഒന്ന് പണി ജനറൽ സർവീസിന് ഇറക്കിയാണ്. അത്യാവശ്യം വണ്ടികൾ സെറ്റ് ഉണ്ട്. 35, 135 എന്ന് പറയാൻ വേണ്ടല്ലോ. അതൊക്കെ നമ്മുടെ എല്ലാ സമയത്തും ഇഷ്ടംപോലെ എല്ലാ വണ്ടി. റോഡ് കിങ് ഉണ്ട്. നമ്മുടെ അടുത്ത് ഇപ്പോൾ റോഡ് കിങ് ഇപ്പോൾ വന്ന് കഴിഞ്ഞിട്ട് ഏകദേശം കുറേ കാലമായി. അപ്പോൾ അടുത്ത റോഡ് കിങ് KL 13B ഒറിജിനൽ കേരള വണ്ടിയാണ്. 29 പേപ്പറിന്റെ നല്ല വർക്കിംഗ് ഉള്ള അടിപൊളി വണ്ടിയാണ്. സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുന്ന് തുടങ്ങാം. ഓക്കെ, ഇത് ജസ്റ്റ് നമ്മുടെ ഫസ്റ്റത്തെ വണ്ടി തന്നെ നമ്മൾ ഇവിടുന്ന് റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ്. കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്ത വണ്ടി, പിൻ ടു പിൻ റീസ്റ്റോർ ചെയ്ത വണ്ടി. അത് നമ്മൾ പാർട്ടിക്ക് വേണ്ടി നമ്മൾ ചെയ്ത് കൊടുത്താണ്. നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്, മൂപ്പർ അത്യാവശ്യം ഏജ് ഉള്ള ആളാണ്, മൂപ്പർക്ക് വേണ്ടി ചെയ്ത് കൊടുത്താണ്. ഓക്കെ, അവിടുത്തെ ഇവിടെ ഫുൾ സ്പെയർ കാര്യങ്ങളെല്ലാം കിട്ടും. വണ്ടിയുടെ വർക്കിംഗ് നിങ്ങൾക്ക് സ്റ്റോക്ക് കണ്ടീഷൻ ഒക്കെ നല്ല വർക്കിംഗ് ഉള്ള അടിപൊളി വണ്ടി. സ്റ്റോക്ക് കണ്ടീഷനിൽ എന്താ പറയുക, ഏജ് ഉള്ള ആൾ യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. അതാണ് ഓർക്ക് വേണ്ടി നല്ല നീറ്റ് നല്ല വർക്കിംഗ് ഉള്ള വണ്ടി. ജെനുവിൻ സ്പെക്കിൽ നമ്മൾ ചേഞ്ചസ് വരുത്തിന്, കർബ് മാറിന്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ മാറ്റം വരുത്തിന്. കുറേ സാധനം നമ്മൾ ഇതിന്റെ ഈ കാറ്റിന്റെ ഷീൽഡൊക്കെ പ്ലേറ്റ് ചെയ്തതിനാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ, അങ്ങനെ വലുതാക്കി. പക്ഷെ വണ്ടിന്റെ പാർട്സുകൾ നിങ്ങൾക്ക് കാണാം, എല്ലാ പാർട്സും നമ്മുടെ ഇവിടെ ഫുൾ 4 സ്പീഡ് വണ്ടി തന്നെ. 4 സ്പീഡ് തന്നെ, 135 4 സ്പീഡ്. കാറ്റടക്കം പൊട്ടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു വോൾട്ടേജ് വൈബിലെ അതാണ് രജിസ്റ്റർ ചെയ്തൊരു വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കൊടുക്കാനുള്ള അല്ലല്ല, ഇത് നമ്മൾ വാട്ടിക്ക് വേണ്ടി നമ്മൾ ചെയ്താണ്, വർക്കാണ്. നമ്മൾ ജസ്റ്റ് ഇവിടെ
കൊണ്ടുവന്ന് വെച്ചാണ് വർക്ക് ഇങ്ങനത്തെ ഏത് കോലത്തിൽ നമ്മൾ ചെയ്ത് വണ്ടി സെറ്റാക്കാൻ സെറ്റാക്കി തരും. അതായത് നിങ്ങളുടെ കയ്യിൽ വണ്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലല്ല, ഞങ്ങളുടെ തന്നെ ഇവിടെ ബജറ്റ് കുറഞ്ഞ വണ്ടികൾ ചെയ്തു തരും. ചെയ്തു തരും. നിങ്ങൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത വണ്ടി ഇവിടെ നമ്മുടെ അടുത്ത് രജിസ്റ്റർ ചെയ്ത വണ്ടികൾ നമ്മൾ കാണിച്ചു തരും. അതല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും കളറിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ഉണ്ടാവും, നമ്മൾ ചെയ്തു തരും. RX-Z KL10 വണ്ടിയാണ്. അത്യാവശ്യം നല്ല അടിപൊളി പവറുള്ള വണ്ടി. നമുക്ക് സ്റ്റാർട്ടാക്കി ഒന്ന് കേൾപ്പിച്ചു തരാം. ഓക്കെ, ന്യൂട്രൽ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. ക്ലച്ച് പിടിച്ചു. സൈലൻസർ തന്നെയാണ്. സൈലൻസറാണ്. മഫ്ലർ ചെയ്തിട്ടുണ്ട് നമ്മൾ. അതേപോലെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. 6 സ്പീഡിന്റെ ഗ്രാഫിക്സ് ചെയ്താണ്. നല്ല വർക്കിംഗ് ഉള്ള, നല്ല പവർ. ഇഞ്ചിനൊക്കെ പക്ക നല്ല വർക്കിംഗ് ഉള്ള വണ്ടി. ജനറൽ സർവീസ് നമ്മളിപ്പോൾ എടുത്ത കുറേ സാധനങ്ങൾ ചെയ്യാണ്ട് അതൊക്കെ ചെയ്ത് ക്ലിയർ ആക്കി വെച്ചാണ്. പേപ്പർ 2025 വരെ ഉള്ളൂ. ഈ കൊല്ലം തന്നെയാണ്. നമുക്ക് കൊല്ലമായി ഏകദേശം. ഈ കൊല്ലം തന്നെയാണ്. പക്ഷേ റിന്യൂവൽ എടുക്കാനുള്ള കണ്ടീഷനിലാണ്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റോക്ക് റിന്യൂവൽ എടുക്കുക. അത്രയും വൃത്തിയിലും നല്ല വർക്കിംഗ് ഉള്ള വണ്ടിയാണ്. ഏകദേശം 185+ റേഞ്ചിൽ ഉദ്ദേശിക്കുന്നുണ്ട്. സെറ്റിന്റെ പൊതുവെയുള്ള മാർക്കറ്റ് സെറ്റ് എന്തായാലും 180-90 അങ്ങനത്തെ റേഞ്ചിലൊന്നും വണ്ടിയില്ല. 2 ലക്ഷം രൂപ റേഞ്ചിലാണ് എല്ലാവരും കൊടുക്കണേ. നമ്മുടെ അതിന് കുറഞ്ഞ വണ്ടികളും ഉണ്ടാവലുണ്ട്, കൂടുതലുള്ള വണ്ടികളും ഉണ്ടാവലുണ്ട്. 2 ലക്ഷം രൂപ മുകളിലുള്ള ഉണ്ടാവലുണ്ട്. ഒരുപാട് ആളുകൾ പറയുന്ന കാര്യമാണ് ദിവസം റേറ്റ് കൂടുന്ന കാര്യം. എന്തുകൊണ്ടാണ് റേറ്റ്? ഇതെന്താ അറിയോ, ഫസ്റ്റത്തെ കാര്യം നമ്മൾ ഈ മനസ്സുകൊണ്ട് ചേർത്ത് വെക്കണം എന്നുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ മലയാളീസിനാണ് കൂടുതൽ. നമ്മൾ ഇതിന്റെ ഫസ്റ്റത്തെ വണ്ടി ഞാൻ കൊടുക്കൂല, അങ്ങനത്തെ പ്രശ്നങ്ങളിലുകൊണ്ടാണ് കൂടുതൽ. ഞങ്ങൾ എന്തായാലും സെയിൽ ചെയ്യണം, നമുക്കിത് കൊടുക്കണം. നമുക്കിവിടെ ഒരു മോഹവില പറഞ്ഞിട്ട് ഇവിടെ അങ്ങോട്ട് നിർത്തിയിടാൻ പറ്റില്ല. ഈ വണ്ടിയാണ് ഇപ്പോൾ Z. ഇത് നല്ല പവറുണ്ട്, നല്ല അടിപൊളി വർക്കിംഗ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഇത് അതുകൊണ്ട് വർക്കിംഗ് ഉണ്ട് വെച്ചാൽ നമ്മൾ ഒരു വണ്ടിനെക്കാട്ടും ഒരു 50,000 കൂടുതൽ ചോദിച്ചാണ്ട് വിൽക്കാതിരിക്കാൻ പറ്റില്ല. നമുക്ക് വിൽക്കണം. പക്ഷെ ഇത് കയ്യിലുള്ള ആൾക്കാരൊന്നും കൊടുക്കൂല. അപ്പം നിന്റെ നാട്ടിൽ തന്നെ നീ ചിലപ്പോൾ 10 കൊല്ലം മുമ്പ് കാണുന്ന ആൾ ഇപ്പോഴും കൊണ്ടുനടക്കുന്നുണ്ടാവും. പോലും കൊടുക്കില്ല. അപ്പോൾ ഈ കിട്ടാത്ത സാധനത്തിനാണ് വില കൂടുക. 135 ഉണ്ടെങ്കിൽ അതിലൊരു 2 5 10 കൊടുക്കാനുണ്ടാവും. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഞാൻ റുട്ടീനിലുണ്ടാവും. അപ്പോൾ ആൾക്കാർ ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കൊടുക്കാതെ കിട്ടാത്ത സാധനത്തിന് വില കൂടും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഇതിന്റെ റീസ്റ്റോറേഷൻ്റെ വർക്ക്, പ്രാക്ടിക്കലി റീസ്റ്റോറേഷൻ്റെ വർക്ക് പണ്ട് നമുക്ക് 50,000 രൂപയ്ക്ക് പണി കഴിയുന്ന വണ്ടി ഇപ്പോൾ 80,000, 90, 1 ലക്ഷം വരെയൊക്കെ നമുക്ക് RX-Z വർക്കിന് വരുന്നുണ്ട്. അപ്പോൾ പൈസ എത്ര കൂടുതൽ കയറണം അത്രയും സാധനത്തിന് റേറ്റ് വാല്യൂ കൂടും. അതാണ്. പിന്നെ ഈ കൊടുക്കാനില്ലാത്ത വണ്ടിക്ക് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മുടെ നാട്ടിൽ ആരായാലും നിങ്ങളായാലും ഞാനായാലും ഇപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന വണ്ടി അത് അങ്ങനത്തെ സമയത്ത് പിന്നെ ഓല് പറയണേക്കാട്ടി കൂടുതൽ നമ്മുടെ നാട്ടിലത്തെ ഒരു കൾച്ചറാണ്. ഇവിടുന്ന് പോയിട്ട് നോർത്ത് ഇന്ത്യയിലായാലും ഒരു വണ്ടിന് ഇത് കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് വില പറയും. ചിലപ്പോൾ 2 ലക്ഷം ആണെങ്കിൽ ഞാൻ തിന്നോളാന്ന്. അപ്പോൾ ആ വണ്ടിക്ക് 2 ലക്ഷം ആയി. അങ്ങനെയൊക്കെ കുറെ റേറ്റ് ആവുന്നുണ്ട്. അടുത്ത വണ്ടി RX-Z. ഞാൻ RX-Z മൊത്തം ഞാൻ നിങ്ങൾക്ക് ഒരു നമുക്ക് എന്താ പറയുക ഏകദേശം 180-85 ആ റേഞ്ച് മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. മൊത്തം വണ്ടി നമ്മൾ എങ്ങനെ സൈലൻസർ ചെയ്താണോ സ്റ്റാർട്ടാക്കുക? ഇത് സൈലൻസർ ചെയ്താണ്. എങ്ങനെ ഡീറ്റെയിൽസ്? Z ഇത് ഏകദേശം നമുക്ക് 2027 വരെ പേപ്പർ ഉണ്ട്. KL നമ്പർ ആക്കിയാണ്. ഇപ്പോൾ ഗുജറാത്ത് നമ്പറാണ്. KL ആക്കിയാണ്. അത്യാവശ്യം വർക്കിംഗ് എഞ്ചിൻ സൈഡൊക്കെ പക്കാ സൈലന്റ് ആണ്. പേപ്പർ ഉണ്ട്. SDVയിൽ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്. സൈലൻസർ Z-ന്റെ അല്ല ചെയ്തതാണ്. ഒരു ചാമ്പർ ടൈപ്പ് സൈലൻസർ കാണുമ്പോൾ നോർമൽ ലൗഡ്. അതിന് അതിന്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ബാർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വണ്ടി ഇപ്പോൾ നമുക്ക് നോർമലി ബാർ കാര്യങ്ങളൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ റെസ്റ്റ് ഉണ്ട്. ചേഞ്ച് ചെയ്ത് തരും. വേറെ എക്സ്ട്രാ ചാർജ് ഒന്നുമില്ല. നമ്മൾ ഈ രീതിയിലുള്ള വണ്ടി കൊടുക്കുമ്പോൾ ചേഞ്ച് ചെയ്ത് തരും. വണ്ടി നമുക്ക് RX-Z ഇതിപ്പോൾ ഇതുണ്ട്. ഇവിടെ നമ്മളടുത്ത് ഏകദേശം 8 വണ്ടി. ഏകദേശം വില ഞാൻ പറഞ്ഞത് നമ്മൾ എല്ലാത്തിനും വില പറഞ്ഞിങ്ങനെ നീട്ടി വലിച്ചു കൊണ്ടുപോകണ്ട. ഏകദേശം നമുക്ക് 180, 185 മുതൽ നമ്മുടെ വണ്ടി സ്റ്റാർട്ടിംഗ് ആണ്. 2,30,000 രൂപ വരെ നമ്മുടെ വണ്ടി ഉണ്ട് Z. അതിൽ ഏറ്റവും കൂടിയ വിലയുള്ള ഒരു വണ്ടി ഇതാണ്. ഇത് ചാമ്പർ അടക്കമുള്ള വണ്ടി, നല്ല വർക്കിംഗ് ഉള്ള വണ്ടി. ഒറിജിനൽ കേരള ആണ്. ഒറിജിനൽ കേരള ആയതുകൊണ്ടുള്ള റേറ്റ് അല്ല. ഇത് 5 സ്പീഡ് ഗിയർ ബോക്സ് ഇതാണ്. ഫ്രണ്ടും SDVയിലാണ്. ബാക്കിൽ ഫ്രണ്ടിലും മോട്ടോ ഡി ആണ്, ബാക്കിലും മോട്ടോ ഡി ആണ്. ഗിയർ ബോക്സ് നല്ല പവറുള്ള നല്ല വർക്കിംഗ് ഉള്ള ഒറിജിനൽ കേരള നല്ല വണ്ടി. ബോഡി പാർട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് മുമ്പ് പെയിന്റ് അടിച്ച് സെറ്റ് ആക്കിയ വണ്ടി. അത്യാവശ്യം വർക്കിംഗ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട്
ഇത് 230 നമ്മുടെ അടുത്തുള്ള കൂടുതൽ ഏറ്റവും കൂടുതൽ ചോദിക്കാനാണ്. നിങ്ങൾ എന്തായാലും എടുക്കാൻ വരുമ്പോൾ നമ്മൾ നെഗോഷ്യബിൾ ആണ്. ഇതൊക്കെ ചോദ്യമാണ്, നമ്മൾ ചെയ്തു തരും. മാക്സിമം ഇതിലൊക്കെ അഡ്ജസ്റ്റ് എല്ലാ വണ്ടിയിലും നമുക്ക് കുറയ്ക്കാണ്ടാവും, ഈ വണ്ടിയിലൊക്കെ നമുക്ക് ചെയ്യാണ്ടാവും. പിന്നെ ഇതൊക്കെ എന്താ പറയുക 5 സ്പീഡ് കൺവേർട്ട് ചെയ്ത് സെറ്റ് നമുക്ക് ഒറിജിനൽ കേരള വണ്ടികളൊന്നും കിട്ടില്ല. വാങ്ങുമ്പം പൊതുവേ ഒറിജിനൽ കേരള വണ്ടി കണ്ടീഷൻ മോശമാണെങ്കിൽ ആൾക്കാർ 2 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. നമുക്ക് എനിക്ക് ഒരു കേരള വണ്ടി അറിയാം. അപ്പം നമ്മൾ ജസ്റ്റ് ചോദിക്കുമ്പോൾ 210, 220 ചോദിക്കണുള്ളൂ. വണ്ടി കണ്ടീഷനൊന്നും ഇല്ല. ഇത് ഗിയർ ബോക്സ് ഇതിന് കണ്ടീഷൻ ഉണ്ട്, ഇഞ്ചൻ സൈഡിങ്ങൾ നോക്കണ്ട, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നിങ്ങൾ എടുത്തിട്ട് ഇനി പണിയണ്ടെന്നർത്ഥം? ഇല്ല, പണിയേണ്ട ആവശ്യമൊന്നുമില്ല. മേജർ ആയിട്ട് ഒരു പണി ഇതിന്റെ മുകളിലില്ല. ചെറിയ പഴയ വണ്ടി ചെറുതൊക്കെ എന്തെങ്കിലും. അടുത്ത വണ്ടി ഇതും 5 സ്പീഡ് ആണ്? അല്ല, ഇത് 5 സ്പീഡിന്റെ കവർ, കിങ്ങിന്റെ കവർ ഇതിന്, അപ്പാച്ചിന്റെ ഡിസ്ക് ഇതിന്, പെയിന്റിങ് കാര്യങ്ങളൊക്കെ മൊത്തം ക്ലിയർ ആക്കി ചെയ്ത വണ്ടിയാണ്. നല്ല വൃത്തിക്ക് പെയിന്റ് അടിച്ച വണ്ടി, നല്ല വൃത്തിക്ക് നല്ല കളറുമാണ്. ഡാർക്ക് ഗ്രീൻ ആണ്. നമ്മളവിടെ ഷോക്കിട്ട് നമ്മൾ RX100 ഇല്ല, അതിന്റെ ആ കളറാണ്. അതിന്റെ കളറാണ്. ഗ്രാഫിക്സ് 4 സ്പീഡിന്റെ ചെയ്താണ്. ഇത് ഇതിനെ മാച്ച് ആയിട്ടുള്ള രീതി ചെയ്താണ്. മീറ്റർ കാര്യങ്ങളൊക്കെ പുതിയതാണ്. നല്ല സൗണ്ട് കൂടെ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. ഒറിജിനൽ എക്സോസ്റ്റ് ആണ്. ഒറിജിനൽ എക്സോസ്റ്റ് ആണ്. RPM മീറ്റർ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. സൗണ്ടിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ ഫസ്റ്റ് സെറ്റിന്റെ പോലെ ലൈൻ സെക്കൻഡ് അങ്ങനെയൊക്കെ നമുക്ക് ഇതിന് മുകളിൽ ഗുജറാത്ത് വണ്ടിയാണ്. വിത്ത് NOC അങ്ങനത്തെ NOC വണ്ടി നമ്മൾ എടുത്ത് ആസ്കിങ് 2 ലക്ഷം രൂപ മുകളിൽ പോകും. അത്യാവശ്യം വില വരും. അടുത്ത വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. KL07 ചേമ്പർ ആണ്, നോർമൽ സൈലൻസർ ആണ്. അത്യാവശ്യം വർക്കിംഗ് അപ്പാച്ചി ഡിസ്ക് കാര്യങ്ങളുണ്ട്. ബോഡി പാർട്സ് കാര്യങ്ങൾ ഇപ്പോൾ പുതിയ പെയിന്റ് അടിച്ചാണ്. ചെറിയ ടച്ചിങ്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ആക്കി തരും. 185+ റേഞ്ച് വരുന്നതാണ്. KL07 നമ്പർ ആയ വണ്ടി. ഏകദേശം 28 വരെ പേപ്പർ വാലിഡ് ആണ്. 2028 വരെ പേപ്പറുള്ള വണ്ടി. ഇഞ്ചൻ പക്കയാണ്. ഇഞ്ചൻ ഇപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ഒരു സെറ്റിന്റെ മുകളിൽ ഒന്നിന്റെ മുകളിൽ നമുക്ക് സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ക ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇഞ്ചൻ സൈഡ് നിങ്ങൾ ഒന്നും നോക്കണ്ട. നമ്മളിപ്പോൾ കൊടുക്കുന്ന എല്ലാ വണ്ടിയും നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് 4 മാസം മുമ്പേ നമ്മൾ വീഡിയോ 65 വണ്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അങ്ങനത്തെ റേഞ്ചിൽ നമുക്ക് വണ്ടി കിട്ടില്ല. ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, പക്ഷേ ബഡ്ജറ്റ് കുറഞ്ഞു. ഇപ്പോൾ അങ്ങനെ ഒന്നും നമ്മൾ 85-80 രൂപ റേഞ്ചിൽ നമുക്ക് ഇഞ്ചൻ സൈഡ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ട് കൊടുക്കണം. 80 രൂപ നമുക്ക് കുറഞ്ഞ 75 കുറഞ്ഞ വണ്ടി നമ്മളിപ്പോൾ കൊടുക്കില്ല. 75 അതർ സ്റ്റേറ്റ് വണ്ടിയാവും. 80 രൂപ 85 റേഞ്ചിൽ നമ്മളടുത്ത് കേരള വണ്ടി ഉണ്ടാവും. എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ വില കുറഞ്ഞ വണ്ടിക്കാണെങ്കിൽ നിങ്ങൾ കോൾ ചെയ്യരുത്. നിങ്ങൾ ഡയറക്റ്റ് ഷോറൂം വിസിറ്റ് ചെയ്യുക. ഷോറൂമിൽ വന്നിട്ട് നിങ്ങൾ വില നിങ്ങളുടെ ബജറ്റ് 75 ഉള്ളൂ 80 ഉള്ളൂ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് അറേഞ്ച് ചെയ്ത് തരിക. ഓക്കെ. അപ്പോൾ ഇതിന്റെ വില 185+. അടുത്ത വണ്ടി KL13 വണ്ടിയാണ്. ഇതിപ്പം വന്ന വണ്ടിയാണ്. ജസ്റ്റ് വന്നിട്ടുള്ളൂ. ഇതൊന്നും നോക്കേണ്ടി വരും എന്താ റേറ്റ് കാര്യങ്ങൾ. ഇപ്പോൾ ഇഞ്ചിന്റെ കവർ, ഹെഡ്, ബോഡി പാർട്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം എടുത്തിട്ടുണ്ട്. പൾസറിന്റെ ഡിസ്ക് കാര്യങ്ങളാണ്. ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് സ്റ്റോക്ക് വണ്ടിയാണ് കേട്ടോ അല്ലേ? ഓക്കെ. അടുത്ത വണ്ടി അടുത്ത ആസാം വണ്ടി. ഇത് നമുക്ക് ആസാം വണ്ടിയാണ്. നമുക്ക് വണ്ടികൾ കിട്ടാറില്ല. കിട്ടും. ആക്കി കിട്ടും. ആസാംക്ക് തന്നെ സെയിലും ചെയ്തിട്ടുണ്ട്. സെയിൽ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഡീലായതിന് ആസാംക്ക് അല്ലെ. നമ്മളിവിടെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഗുജറാത്ത് അതേപോലെ രാജസ്ഥാൻ ഇതൊക്കെ വണ്ടി ആസാം അധികം കാണില്ല. അതല്ല, അത് അവിടെ തന്നെ ഒരു ആർമിക്കാരന്റെ ത്രൂ എടുത്ത വണ്ടിയാണ്. അതേപോലെ അങ്ങോട്ട് തന്നെ ഒരു കസ്റ്റമർ ഡീലാക്കി അങ്ങോട്ട് തന്നെ ഈ പണി ഇപ്പോൾ ആ കസ്റ്റമർ പറഞ്ഞിട്ട് പിന്നെ വർക്ക് എടുത്തിട്ട് കൊടുത്താണ്. മൊത്തം സെറ്റ് ആക്കി കൊടുത്താണ്. അറിയോ ഈ കണ്ടീഷനിലുള്ള ഈ വണ്ടി, ഈ വണ്ടി ഒരു ഡെഡ് വണ്ടിയാണ്. നമ്മൾക്ക് അവിടുന്ന് ചത്ത വണ്ടി കിട്ടിയത്. ജീവൻ ഫുള്ള് ജീവൻ കൊടുത്താണ്. ഇഞ്ച മുതൽ എല്ലാ സാധനം പെയിന്റിങ് എല്ലാം നമ്മൾ മാറിയാണ്. മൊത്തം പണിയാക്കി. അവിടെ അവന്റെ ആഗ്രഹം കേരള മോഡൽ ഒരു വണ്ടി വേണമെന്ന് ആഗ്രഹമുള്ള ആളാണ്. അതേപോലെ നമ്മൾ സെറ്റ് ആക്കിയിട്ട് കേരള മോഡൽ വണ്ടി സെറ്റ് ആക്കി അവർക്ക് കൊടുത്താണ്. അടുത്ത വണ്ടി അടുത്തത് കേരള രജിസ്റ്റർ ചെയ്യാൻ കൊടുത്ത വണ്ടിയാണ്. പേപ്പർ ഫോർമാലിറ്റീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 180 റേഞ്ച് വരുന്നതാണ്. കുറഞ്ഞ വണ്ടിയാണ്. എഞ്ചിൻ സൈഡ് നല്ല അടിപൊളിയാണ്. നല്ല പവർ ഉണ്ട്. മെഡി ജപ്പാൻ കാർബറേറ്ററാണ്. വർക്കിംഗ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. വൃത്തി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. നോർമൽ ലൈനെ കാട്ടി കുറച്ച് എടുത്തിട്ട് പക്ഷേ കൊണ്ടെടുക്കാൻ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കണ്ടീഷനിലൊരു വണ്ടി. അപ്പോൾ സെറ്റിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞത്. സെറ്റിന്റെ ഡീറ്റെയിൽസ് അപ്പോൾ നമ്മൾ പറഞ്ഞു ഏകദേശം 9 സെറ്റ് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? താഴത്ത് 1-2 വണ്ടി കൂടി ഉണ്ട്. ലാസ്റ്റ് നമുക്ക് പറഞ്ഞുതരാം എങ്ങനെ എന്താണ്. ഒന്ന് ഫുൾ റീസ്റ്റോറേഷനിലാണ്, ഒന്ന് അത്യാവശ്യം നല്ല വണ്ടിയാണ്. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ. അടുത്ത് നമുക്ക് റോഡ് കിങ് ആണ്. റോഡ് കിങ് അങ്ങനെ നമ്മൾ വീഡിയോയിൽ വരാറില്ല. അതിൽ വന്നത് രണ്ടാമത്തെ വണ്ടി. അത്രയും റോഡ് കിങ് വരില്ല. കേരള വണ്ടിയാണ്. അറിയാം റോഡ് കിങ് ലാസ്റ്റിൽ പറയാം. ഞങ്ങൾ റോഡ് കിങ്ങിന്റെ ആളാണെങ്കിൽ വീഡിയോ ഒന്ന് മൊത്തം കാണും. അത്യാവശ്യം റേറ്റ് ഉണ്ട്. 29 പേപ്പർ നല്ല വർക്കിംഗ്. നമുക്ക് ഇവിടെ KL13 BY ഒരു റീവണ്ടി. ഇത് 2001 മോഡലാണ്. 2001 മോഡല്. 2027 വരെ പേപ്പർ ഉണ്ട്. 2027 വരെ പേപ്പർ ഉണ്ട്. 110+ ആ റേഞ്ച് വരും. അത്യാവശ്യം SDBയിൽ റിമ്മ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്താണ്. ഇഞ്ചിന്റെ പെയിന്റിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താണ്. ടാങ്ക് ചടുക്കർ പെയിന്റ് അടിച്ചിട്ട് അങ്ങനെ അത്യാവശ്യം ചെറിയ വർക്കുകളൊക്കെ ചെയ്ത് നീറ്റാക്കി ക്ലിയർ ആക്കി വെച്ചാണ്. ചെറിയ വർക്ക് തന്നെ SDBയിലായാലും മോട്ടോഡി ടയർ ആയാലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത വണ്ടി കേട്ടോ. അടുത്ത വണ്ടി എത്ര ആസ്കിങ്? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് എത്ര ആസ്കിങ്?
അത് 110 ആ റേഞ്ച് പ്ലസ് റേഞ്ച്. അടുത്ത വണ്ടി 135 96 മോഡൽ 135 ആണ്. കേരള വണ്ടി, സിംഗിൾ ഓണർ, നല്ല കണ്ടീഷൻ, സിംഗിൾ ഓണർ വണ്ടി. കിട്ടാനില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കേരള വണ്ടി എന്തായാലും കിട്ടൂല. പിന്നെ നോൺ ആക്സിഡന്റൽ പ്രത്യേകം നോൺ ആക്സിഡന്റൽ റിപ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ ഇതൊക്കെ മാറിന്റെ റെസ്റ്റ് ആയിന്. പക്ഷേ ആക്സിഡന്റ് ആയിട്ട് ചേസ്മെന്റോ അങ്ങനത്തെ സാധനങ്ങൾ വളരെ കുറയും. അതുകൊണ്ട് ഇതിന്റെ ചേസിന്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ചേസിന്റെ ഷേപ്പിൽ നമുക്ക് വണ്ടി കണ്ടിട്ട് ഒരു മേജർ ആക്സിഡന്റ് നടന്നോ ഇല്ലെന്ന് നമുക്ക് കണ്ടാൽ കുറേയൊക്കെ മനസ്സിലാവും. അതൊക്കെ മനസ്സിലാവണവർക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ ഇതിലൊരു മേജർ കാര്യമുണ്ട്. ഇതിന്റെ മീറ്റർ ഉണ്ട്. ഈ 96 മോഡൽ വണ്ടിക്ക് വരുന്ന മീറ്റർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മീറ്റർ കാണിച്ചു കൊടുക്കാം. 96 ഈ ഭാഗത്ത് ലാസ്റ്റ് ഈ ഭാഗത്ത് നമുക്കൊരു യമാഹ എഴുത്തുണ്ട്. ഈ യമാഹ എന്നുള്ള ഇത് ഈ വണ്ടി ആ സമയത്ത് 96, 97 മോഡൽ RXZ-ഉം RX 135 മാത്രം വന്ന ഒരു ലെറ്ററാണ്. അത് അതിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ വണ്ടി ആ സമയത്ത് ഇറങ്ങിയ സമയത്ത് വണ്ടിന്റെ മുകളിൽ വന്ന മീറ്ററാണ്. ഇതിന്റെ കേസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ആയില്ല, ഒറിജിനൽ കേസിലാണ്. ഒറിജിനൽ മീറ്റർ അപ്പോൾ ഈ മീറ്റർ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ വണ്ടി ഒരു മേജർ തട്ടിയാൽ ഇതിന്റെ ഹെഡ്ലൈറ്റ് മീറ്റർ എന്തായാലും പൊട്ടും. പക്ഷേ ഇതുവരെ പൊട്ടാത്തതെന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരു മേജർ തട്ടോ മുട്ടോ ഒന്നും പറ്റാത്തതുകൊണ്ടാണ്. അപ്പം നല്ല രീതിയിൽ ഈ ഒരു കൊല്ലം കൊണ്ട് തന്നെ 4 ലക്ഷം വണ്ടി വീണ്ടും നടത്തി. ഇത്രയും കൊല്ലങ്ങളായി. 96 എന്ന് പറഞ്ഞാൽ ഏകദേശം 29 കൊല്ലം ആവാനായി വണ്ടി. 29 കൊല്ലം ആവാനായി. 29 കൊല്ലത്തിൽ അത്രയും ഭദ്രമായിട്ട് ആരോ കയ്യിലാണ്. അതുകൊണ്ടാണ് ഇതൊരു വീഴ്ച വീഴാതെ മേജർ വീഴ്ച വീഴാം. ചെറിയ വീഴ്ചകളൊക്കെ വീണ്ടാവും. ടാങ്കൊക്കെ ചേഞ്ച് ആയതാണ്. ഇതൊക്കെ ഞങ്ങൾ തന്നെ പറഞ്ഞിരുന്നു. ടാങ്ക് ചേഞ്ച് ആയിന്, അങ്ങനത്തെ ചെറിയ സാധനങ്ങൾ, സ്വിച്ച് കാര്യങ്ങളൊക്കെ മാറിയാണ്. ഹാൻഡിൽ നമ്മളിവിടെ വന്നിട്ട് മാറിയാണ്. പക്ഷേ എഞ്ചിൻ സൈഡ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. കാർബറേറ്റർ ഇതുവരെ ഒറിജിനൽ കാർബറേറ്റർ തന്നെ ഓടുന്നത്. 1.15 പ്ലസ് റേഞ്ചിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സിംഗിൾ ഓണറിന് വേണ്ടി വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന റേഞ്ചിലൊന്നും ആൾക്കാർ ഇപ്പം ഓലക്സിലും ഇല്ല. സിംഗിൾ ഓണർ വണ്ടി ഫസ്റ്റ് കിട്ടാനില്ല. പിന്നെ 1.10, 1.15 വണ്ടി ഒറിജിനൽ കേരള നല്ല നമ്പർ KL02 760. 5 സ്പീഡ് ആണോ? 5 സ്പീഡാണ്. ഒറിജിനൽ 5 സ്പീഡ് ആണ്. 1L7 ആണ്. പക്ഷെ വണ്ടിന്റെ കവർ, കാർബറേറ്റർ അങ്ങനത്തെ ചെറിയ സാധനങ്ങൾ ചേഞ്ചസ് വരുത്തിന്. അതിനനുസരിച്ച് ഫ്രണ്ട് ഡിസ്ക് ചെയ്തിന്, ഫ്രണ്ട് ഹൈറ്റ് ചെയ്തിന്, ഷോർട്ട് ബാർ ഹാൻഡിലുണ്ട്, ഫിനിക്സിന്റെ ഷോക്ക് ഉണ്ട്, ഫിനിക്സിന്റെ ഷോക്ക് ഉണ്ട്. ഓപ്പൺ ക്യാറ്റ് ഓപ്പൺ ക്യാറ്റ് ആണ്. സൗണ്ട് ചാവില്ല, ചാവി എടുക്കാം നമുക്ക്. സൗണ്ട് ഒക്കെ കേൾക്കാം. അതിന്റെ അത്യാവശ്യം നല്ല വർക്കിംഗ്, നല്ല പവറുള്ള ഒരു സ്പെക്ക് മോഡൽ വണ്ടിയാണ്. ഓപ്പൺ ക്യാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പൺ ക്യാറ്റ് ചെയ്യാൻ 4-5 രൂപ മൈസൂർ പോവാതെ 4-5 രൂപ അവിടെ കൊടുക്കണം. അതേപോലെ ഈ കളർ നല്ല അടിപൊളി കളറാണ്. നമ്മൾ ആ ജഡ്ജിന് പറഞ്ഞ പോലത്തെ ഒരു കളറാണ്. നല്ല സ്റ്റാൻഡേർഡ് ലുക്കുള്ള കളറാണ്. സിലിണ്ടർ ഒറിജിനലാണ്. കവർ ചേഞ്ച് ആയതിന്, അതുപോലെ കാർബറേറ്റർ ചേഞ്ച് ആണ്. പക്ഷെ വണ്ടി ഒറിജിനൽ 5 ആണ്. നമുക്ക് എന്താ പറയുക, ആൾക്കാർ കൺവേർട്ട് ചെയ്തിട്ട് 5 ആക്കണ വണ്ടിക്ക് ആൾക്കാർ വലിയ വില പറയണേ. അപ്പോൾ ആ രീതിയിലാണ് ഇത് കാര്യങ്ങൾ. ഏകദേശം 1.80 റേഞ്ച് വരുന്നതാണ്. നമുക്ക് നോക്കിയിട്ട് അടുത്തും 5 സ്പീഡ് ആണ്. ഒറിജിനൽ 5 സ്പീഡ് കോഴിക്കോട് വണ്ടി തന്നെ 5 സ്പീഡ് തന്നെ. ഒറിജിനൽ 5 സ്പീഡ് തന്നെ. സാധനങ്ങളൊന്നും മാറില്ല. അതിനെക്കാട്ടി കൊല്ലല്ല. പക്കാ സൈലന്റ്. സൗണ്ട് പക്കാ സൈലന്റ് ആണ്. ഒരു സൗണ്ടോ കാര്യങ്ങൾ ഒന്നുകൂടെ സൈലന്റ് കേട്ടോ. ബാക്കി ഡീറ്റെയിൽസ് 2029 പേപ്പർ വാലിഡ് ആണ്. 5 വർഷം പേപ്പർ ഫിറ്റ് ആണ്. അത്യാവശ്യം കണ്ടീഷനിലെ വണ്ടിയാണ്. സൈലന്റ് ആണ്. ഒറിജിനൽ കാർബറേറ്റർ ഉണ്ട്. സാധനങ്ങളൊക്കെ ഒറിജിനൽ ആണ്. നല്ല കണ്ടീഷനിൽ 5 സ്പീഡ് അത്യാവശ്യം റേറ്റ് വരുന്നതാണ്. എടുക്കാൻ വേണ്ടി വരിക നമ്മൾ എന്തെങ്കിലും നോക്കിയിട്ട് ചെയ്ത് തരാം. വണ്ടി കണ്ടീഷൻ ഓക്കെയാണ്. 5 സ്പീഡ് എല്ലാ വണ്ടിയും നമ്മുടെ ഇഞ്ചിൻ കാര്യങ്ങളൊക്കെ. അതേപോലെ നമ്മളതൊരു കൺവേർട്ട് 5 സ്പീഡ് ഉണ്ട്. 5 സ്പീഡ് വേണം ബഡ്ജറ്റിലാണെങ്കിൽ നമ്മുടെ അതും ഉണ്ട്. അത് കാണിച്ചു തരാം. അടുത്ത വണ്ടി ഇത് ഇവിടെ അങ്ങനെ പറ. ഏകദേശം 1.15 പ്ലസ് റേഞ്ച് വരും. ചെറുതായിട്ട് എക്സോസ്റ്റ് പോർട്ട് ചെയ്താണ്. പവർ ചെയ്ത വണ്ടിയാണ്. പെട്രോൾ ഇല്ല. വണ്ടി സ്റ്റാർട്ടിങ് ഇത് 2029 വരെ പേപ്പർ ഉണ്ട്. പെയിന്റ് കാര്യങ്ങളൊക്കെ വൃത്തി മൊത്തം നമ്മൾ ആക്കിയാണ്. ഈ സംഭവം നോർമൽ വണ്ടിയാണ്. ഇഞ്ചിന്റെ പണിയിൽ വർക്ക് എടുത്ത് പെയിന്റിങ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി വെച്ച നല്ല വണ്ടി. ഒന്നും നോക്കാനില്ല. എടുക്കാൻ പോവാ. അടുത്ത വണ്ടി ആ വണ്ടി നമ്മൾ ഫുൾ റീസ്റ്റോർ ചെയ്തതല്ല. കാണാൻ അത്യാവശ്യം ഫുൾ റീസ്റ്റോറേഷൻ ലുക്ക് ഉണ്ട്. ഇത് നമ്മൾ ഫുൾ റീസ്റ്റോർ ചെയ്താണ്. പിൻ ടു പിൻ ചെയ്ത വണ്ടിയാണ്. വൃത്തിയാക്കി ഫുൾ പിൻ ടു പിൻ ചെയ്ത വണ്ടിയാണ്. ഇത് നോർമൽ 6 വോൾട്ട് സൈലൻസർ ഇട്ടിട്ട് ഓയിൽ പമ്പ് കാര്യങ്ങൾ അങ്ങനെ സ്റ്റോക്കിൽ എങ്ങനെ വരിക അങ്ങനെ ചെയ്താണ്. ആകെ ഇതിലൊരു മോഡിഫിക്കേഷൻ തന്നെ ഫ്രണ്ടിൽ ഇച്ചിരി ഹൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. എഞ്ചിനൊക്കെ പക്കാ സൈലന്റ് ആണ്. ഒന്നും നോക്കാനില്ല. എല്ലാ സാധനവും റീപ്ലേസ് ചെയ്തിട്ട് പണിത വണ്ടിയാണ്. ഫുൾ റീസ്റ്റോർ വണ്ടിയാണ് കേട്ടോ. ഒന്നും നോക്കാനില്ല.
ഏകദേശം 1.30 റേഞ്ച് വരും. ആ റേഞ്ചിൽ വരും. എന്തായാലും 1.30 റേഞ്ചിൽ 29 വരെ പേപ്പർ. 28 ഡിസംബർ വരെ. 28 ഡിസംബർ വരെ പേപ്പറുള്ള നല്ല വൃത്തിയുള്ള ഇനി പണിയില്ലാത്ത ഒരു പണിയില്ല ധൈര്യമായിട്ട് ഓടിക്കാനുള്ള വണ്ടി. അടുത്ത വണ്ടി അടുത്ത കോഴിക്കോട് വണ്ടിയാണ് KL 11 G. നല്ല അടിപൊളി വർക്കിംഗ് ഉള്ള വണ്ടിയാണ്. ഇഞ്ചൻ പക്ക സൈലന്റ് ഇഞ്ചിനാണ്. സൗണ്ടോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ചെയ്തില്ല. പക്ക സൈലന്റ് ആണ്. വർക്കിംഗ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ഡിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. വർക്കിംഗ് പക്ക സ്റ്റോക്ക് സൈലൻസറാണ്. സൗണ്ടോ കാര്യങ്ങളോ അങ്ങനെ എക്സ്ട്രാ ഒന്നും ചെയ്തില്ല. കാർബറേറ്റർ കാര്യങ്ങളൊക്കെ നമ്മൾ 26 ചെയ്താണ്. ഒരു സൗണ്ട് ഇഞ്ചിൻ്റെ ഉള്ളൊന്നുമില്ല. പക്കാ സൈലന്റ് വണ്ടിയാണ്. ഓക്കെ. എഞ്ചിൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ധൈര്യമായിട്ട് ഇഞ്ചിനൊക്കെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ പക്കാക്കിയിട്ടാണ് നിങ്ങൾക്ക് വണ്ടികൾ തരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ റേറ്റും വരുന്നത്. എത്ര ആസ്കിങ്? 1.10 ആ റേഞ്ച് ഉണ്ടാവും. ഇതിന്റെ പ്രൈസ് ടാഗ് ഇതുപോലെ പ്രൈസ് ടാഗ് വെക്കലുണ്ട്. 1.10 ലെവലാണ്. എന്തെങ്കിലുമൊക്കെ നമുക്ക് ഈ വണ്ടിയിലെല്ലാം ചോദിക്കുന്നതിന് പോലല്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരും. നിങ്ങൾക്ക് എങ്ങനെ ബജറ്റ് വേണ്ടി അതിനനുസരിച്ച് നമ്മുടെ അടുത്ത്. ഇപ്പോൾ താഴത്ത് അത് സ്റ്റേറ്റ് വണ്ടിയാണെങ്കിൽ 85 35. ഇത് കൺവേർട്ട് ചെയ്ത 5 സ്പീഡാണ്. കൺവേർട്ട് ചെയ്താണ്. കൺവേർട്ട് ചെയ്താണ്. ഇത് നമ്മളിപ്പോൾ നോർമലി 1.10 1.20 നോർമലി നമ്മൾ വണ്ടികൾ കൊടുക്കുന്നുണ്ട്. ഇത് 1.35 നമുക്ക് നിങ്ങൾക്ക് 135 5 സ്പീഡിൽ കൺവേർട്ട് ചെയ്ത വണ്ടി തരാം. 2 ഡിസ്ക് നമ്മൾ ചെയ്തതാണ്. ബാക്കി SUV ഉണ്ട്. ORMന്റെ നല്ല അടിപൊളി ചേമ്പറാണ്. സൈലന്റ് നല്ല വർക്കിംഗ് ഉള്ള. പെട്രോൾ ഇതില്ല. സ്റ്റാർട്ടിങ് ഇഞ്ചൻ സൈഡ് ഒന്നും നോക്കണ്ട. ഇഞ്ചൻ മൊത്തം വർക്ക് എടുത്ത വണ്ടിയാണ്. ഡിസ്ക് അടക്കമുണ്ട്. KL 14 വണ്ടി ഒറിജിനൽ കേരളമാണ്. RPM മീറ്റർ കാര്യങ്ങളൊക്കെ സെറ്റിന്റെ മീറ്റർ ഇതിന് ഫ്രണ്ട് ഹൈറ്റ് ചെയ്ത് നല്ല വർക്കിംഗ് ഉള്ള നല്ല അടിപൊളി വണ്ടി. ഇപ്പോൾ ഇതിന്റെ ഫ്രണ്ട് ഡിസ്ക് പ്ലേറ്റ് ഇതൊക്കെ പെയിന്റ് അടിക്കാണ്ട് മടുകാട് ചേഞ്ച് ചെയ്യാണ്ട് അത് ചേഞ്ച് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരിക. നല്ല വർക്കിംഗ് നല്ല വണ്ടി. നല്ല വൃത്തിയാക്കി ഒന്നും നോക്കാണ്ട് എടുക്കാം. 5 സ്പീഡ് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പേപ്പർ വാലിഡിറ്റി 2026 ഓഗസ്റ്റ് വരെ ഉണ്ട്. അത്യാവശ്യം ഉണ്ട്. പിന്നെന്താ പറയുക 5 സ്പീഡ് കൺവേർട്ട് ചെയ്ത വണ്ടി എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കാനില്ലല്ലോ. നമുക്ക് 5 സ്പീഡ് ഗിയർ ബോക്സും കവറും ഈ കിങ്ങിന്റെ കവറും കൂടി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം 10 25 30 രൂപ ലെവൽ വരും. അപ്പോൾ നമ്മൾ ഒരു നോർമൽ 135 വാങ്ങുകയാണെങ്കിൽ 1 ലക്ഷം രൂപ റേഞ്ച് വരും. അത്രേ ഉള്ളൂ. ആ സാധനങ്ങൾ നമുക്ക് സുഖമായിട്ട് അടിച്ച് പൊളിച്ച് യൂസ് ചെയ്യാം. അടുത്ത വണ്ടി നമുക്കുള്ളത് 2001 മോഡൽ ക്യാറ്റ് വരുന്ന വണ്ടിയാണ്. 2029 ജൂലൈ വരെ പേപ്പർ വാലിഡ് ആണ്. നല്ല കണ്ടീഷനാണ്. അത്യാവശ്യം പക്കാ സൈലന്റ് വണ്ടിയാണ്. ചോക്ക് പിടിച്ചാണ്. സ്റ്റാർട്ടായില്ലേ? പക്കാ സൈലന്റ് അല്ലേ? പക്കാ സൈലന്റ് ആണ്. ഓക്കെ. അത്യാവശ്യം നല്ല വണ്ടിയാണ്. എത്ര ആസ്കിങ്? ഇത് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. റേറ്റ് ഇതിന് എഴുതിയില്ല. അപ്പോൾ ഇത് വന്നിട്ടുള്ള വണ്ടി ചെറിയ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടാവും. ചെയ്തിട്ട് ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞുതരും. വണ്ടി വർക്ക് കഴിച്ച് കുറച്ച് മുമ്പ് വർക്ക് കഴിച്ച വണ്ടിയാണ്. വണ്ടി 2002 കഴിഞ്ഞിട്ടുള്ള 2001 2 3 4 മോഡലിന് നമുക്ക് ക്യാറ്റ് മിനി ക്യാറ്റ് അങ്ങനത്തെ സാധനങ്ങൾ വരുന്നതാണ്. അപ്പോൾ കമ്പനി ക്യാറ്റ് വരുന്ന മോഡലാണ്. അതിന് പൊതുവേ നോർമൽ വണ്ടിനെക്കാട്ടി കുറച്ചും കൂടി മാർക്കറ്റ് കൂടുതലാണ്. ഓക്കെ. നമുക്ക് ഇവിടെയുള്ള വണ്ടികൾ വരാം. KL 07H. ഇത് ഏകദേശം നമുക്കിപ്പോൾ ഇന്ന് അഡ്വാൻസ് ആയ വണ്ടിയാണ്. കൊടുത്തു നമുക്ക് അഡ്വാൻസ് ആണ്. അടുത്ത വണ്ടി ഇത് നമുക്ക് KL 05B ഉള്ള വണ്ടിയാണ്. 2028 വരെ പേപ്പർ ആയിന്. നമ്മൾ ഇതിൻ്റെ ഈ വണ്ടി നമുക്ക് എന്താ പറയുക 135 കൺവേർട്ട് ചെയ്ത് 100 ഇനി അങ്ങനെ വർക്ക് ഉണ്ട് ഇഞ്ചിൻ്റെ. അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് പക്കാ 135 കൺവേർട്ട് ചെയ്ത് തിരിച്ച് 100 ആക്കി. 115 സിലിണ്ടർ ചെയ്തിന് 115 ഹെഡ് ചെയ്തിന്. നോർമൽ 135 ഉള്ള വണ്ടി 100 ആക്കി. അത് കൺവേർട്ട് ചെയ്ത് 100 കൺവേർട്ട് ചെയ്തിട്ട് 135 മാറ്റി ഫുൾ ഇല്ല സാധനം മാഗ്നറ്റ് ഓയിലൊക്കെ 100 ആക്കി. ഇപ്പോൾ പക്കാ വർക്കിംഗ് 100 ആണ്. നമുക്ക് കുറച്ച് മുമ്പ് വരെ 100 എടുക്കാൻ ആളില്ല. 35 ആക്കി വണ്ടികൾ 100 നല്ല കസ്റ്റമർ. നമ്മുടെ അടുത്ത് 100 ആൾക്കാരുണ്ട്. അതേപോലെ 100 35 ആക്കിയിട്ട് വിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഇവിടെ അതിന് മാത്രം വണ്ടികളുണ്ട്. അപ്പോൾ കൺവേർട്ട് ചെയ്ത് 135 ആരും വാങ്ങൂല. എല്ലാവർക്കും ഒറിജിനൽ 35 നമ്മുടെ അടുത്ത് അത്യാവശ്യം 85 മുതൽ നമ്മുടെ അടുത്ത് വണ്ടികളുണ്ട്. അപ്പോൾ ഇതിന്റെ വർക്കിംഗ് കൂടെ ജസ്റ്റ് കേൾപ്പിച്ചുതരാം. അടി ബാക്കി ഡീറ്റെയിൽസ് ഇഞ്ചൻ മൊത്തം കഴിച്ച് പണിതാണ്. അവർ റേസ് ആക്കാൻ പാടില്ല.
എന്തായാലും കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ല, പക്കായിട്ട് പണിതാണ്. എല്ലാ സാധനവും മാറ്റി ഇഞ്ചിന്റെ സൈഡ് പിന്നെ ഒന്നും നോക്കണ്ട, അങ്ങനത്തെ രീതിയിൽ വർക്ക് എടുത്താണ് എല്ലാം ചെയ്തു. ക്രാങ്ക് പിസ്റ്റൺ ക്ലച്ച് ബെല്ല് എല്ലാ സാധനം മാറി, ഹെഡ് അടക്കം മാറിയിട്ട് 115 ചെയ്തിട്ട് എല്ലാം ചെയ്ത് സെറ്റ് ആക്കിയാണ്. 10 കിലോമീറ്റർ കഷ്ടിച്ച് ഓടിയിട്ടുണ്ടാവുള്ളൂ. റേറ്റ് ഇതിന്റെ എന്തായാലും മെല്ലെ ഓടിക്കണം. അത് കഴിഞ്ഞിട്ട് എങ്ങനെ ഓടിക്കാന്നുകൊണ്ട് നോർമൽ 100-നെക്കാട്ടി പവർ ഉണ്ടാവും. 135 അപേക്ഷിച്ച് നമുക്ക് ഓടിക്കാൻ കഴിയുന്ന വണ്ടിയാണ്. 28 രൂപ പേപ്പർ ഉണ്ട്. ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറഞ്ഞുതരാം. അടുത്ത വണ്ടി 100 ജപ്പാൻ വണ്ടിയാണ്. കാറ്റടക്കുന്നുണ്ട്. ചാമ്പർ കാറ്റാണ്. അത്യാവശ്യം നമ്മൾ വൃത്തിയാക്കി വണ്ടിയ. ബാക്ക് SD വീല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് IT കാര്യങ്ങൾ ചെയ്താണ്. RXZ മീറ്റർ കാര്യങ്ങൾ ചെയ്താണ്. വൈറ്റ് പെയിന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സൗണ്ട് നല്ല സൗണ്ടാണ്. പെട്രോള് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒന്ന് അടിച്ചാൽ ജസ്റ്റ് പെട്രോൾ കഴിഞ്ഞ് ഓക്കെ. സൗണ്ട് ഒരു കാറ്റല്ലേ, ക്യാമറ. ഇതൊക്കെ ജപ്പാൻ വണ്ടിയാണ്. പവർ നല്ല പവർ ഉണ്ട്, നല്ല വർക്കിംഗ്. നമ്മൾ എക്സലേറ്റർ കൊടുക്കുമ്പോൾ തന്നെ വണ്ടിന്റെ ഫീൽ നമുക്ക് കിട്ടും. അപ്പൊ നല്ല പവറുള്ള നല്ല വർക്കിംഗ് ഉള്ള വണ്ടിയാണ്. നിങ്ങൾക്ക് വന്ന് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് വേണ്ട, നോർമൽ സൈലൻസർ മതി, നോർമൽ സൈലൻസർ ചെയ്തിട്ട് അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്തിട്ട് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ഓക്കെ, അടുത്ത വണ്ടി KL 08H വണ്ടിയാണ്. 9692 ഫ്രണ്ട് ഡിസ്ക് ഉണ്ട്. ചേമ്പർ ഇതിന് SD വീലുണ്ട്. ഫിനിക്സിന്റെ ഷോക്ക് ഉണ്ട്. പേപ്പർ കാര്യങ്ങളൊക്കെ നമ്മളെ ഇപ്പം 97 മോഡൽ 2026 ഡിസംബർ വരെ പേപ്പർ ഉണ്ട്. 26 ഡിസംബർ വരെ പേപ്പർ ഉണ്ട്. ടാങ്കിനെ പൊളിച്ചിട്ട് ഡെന്റ് ഉണ്ട്. കാര്യങ്ങളൊക്കെ സർവീസ് ചെയ്തിട്ട് ക്ലിയർ ആക്കിയിട്ട് ഇവിടുന്ന് തരും. വണ്ടി ഇഞ്ചിൻ വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി തന്നെയാണ്. 135 അത്യാവശ്യം വർക്കുള്ള 1 lakh പ്ലസ് റേഞ്ച് വരുന്നതാണ്. റേറ്റ് നോക്കിയിട്ട് ചെയ്യാണ്ടാവും, അതിനനുസരിച്ച് ചെയ്തുതരും. അടുത്ത വണ്ടി ഒരു KL 04 വണ്ടിയാണ്. 100 ആണ്. 2029 വരെ പുതിയ റിന്യൂവൽ എടുത്താണ്. ഫുൾ വൃത്തിയിൽ വർക്കെടുത്ത വണ്ടിയാണ്. പെട്രോൾ മാത്രം നോക്കിയാൽ മതി. പെട്രോളില്ല. 5 കൊല്ലം പേപ്പർ, നല്ല വൃത്തിയിൽ വർക്കെടുത്ത വണ്ടി. അത്യാവശ്യം റേറ്റ് വരുന്ന വണ്ടികളാണ്. 5 കൊല്ലം പേപ്പർ വരുന്ന വേണ്ടി പേപ്പർ എടുത്തിട്ട് ചെയ്ത് തരുമ്പോൾ നമുക്ക് അത്യാവശ്യം അത്യാവശ്യം വൃത്തിയിൽ പെയിന്റിങ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയ 1 lakh റേഞ്ച് വരുന്ന വണ്ടിയാണ്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. സൈലൻസർ പ്ലേറ്റ് ഇതിന് ഷോക്ക് കാര്യങ്ങൾ മാറ്റിയിട്ട് 2 വീല് സ്പോക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത് ഹാൻഡിൽ മാറി അങ്ങനത്തെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത്യാവശ്യം നമ്മൾ വൃത്തിയാക്കിയ വണ്ടിയാണ്. ക്ലച്ച് ഒന്ന് പിടിച്ചോളി. പെട്രോൾ കാര്യങ്ങൾ എല്ലാ വണ്ടിയിലും നമ്മളിത് ഉണ്ടാവില്ല. അപ്പോൾ അത് നോക്കാം, നമുക്ക് ശരിയാക്കാം. ഇത് 1 lakh റേഞ്ചിന്റെ ഉള്ളിൽ വരുന്നതാണ്. നല്ല വൃത്തിയുള്ള വണ്ടി. അടുത്ത വണ്ടി ഗുജറാത്ത് വണ്ടി തന്നെയാണ്. അത്യാവശ്യം നല്ല കളർ ചെയ്താണ്. 26 mm കാർബറേറ്റർ ചെയ്തിന്. സിലിണ്ടർ കാര്യങ്ങൾ അങ്ങനെ വർക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി നല്ല നീറ്റാക്കി വെച്ചാണ്. ഈ റേഞ്ച് കാണുന്ന വണ്ടികൾ നമുക്ക് അത്യാവശ്യം ഈ റേഞ്ച് 1, 10, 1, 15 റേഞ്ച് വരുന്ന വണ്ടികളാണ്. 1, 10, 1, 15 1 ലക്ഷം മുതൽ. ഇത് തൃശ്ശൂർ വണ്ടിയാണ്. കുറച്ചും കൂടി ഒരു ഗ്രാഫിക്സ് ഒക്കെ ചെയ്ത് കുറച്ച് ഇതൊക്കെ ചെയ്താണ്. കുറച്ച് ഹൈറ്റ് നമുക്ക് ഫ്രണ്ട് ഹൈറ്റ് ഹാൻഡ്ലിങ് കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു വർക്കാണ്. അത്യാവശ്യം വർക്ക് ക്ലിയർ ആക്കി നല്ല സൈലന്റ് ഇഞ്ചിനുള്ള നല്ല വണ്ടി കേട്ടോ. കാർബറേറ്റർ കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്താണ്. ഇത് 1, 10 ആ റേഞ്ച് വരുന്നതാണ്. അടുത്ത് നമുക്ക് ഇവിടെ കുറച്ച് വണ്ടികളുണ്ട്. അതുപോലെ തന്നെ ഉള്ളിൽ കുറച്ച് വണ്ടികളുണ്ട്. ഇമ്പൾസ് കൊടുക്കാനുള്ളതല്ലേ? ഇമ്പൾസ് കൊടുക്കാനുള്ളതാണ്. ഇത് കേരള വണ്ടിയാ? ജസ്റ്റ് കേരള വണ്ടി. ഷീൽഡൊക്കെ ഒഴിവാക്കി സൗണ്ട് മാറിയ വണ്ടിയാ? ഷീൽഡ് മഫ്ലർ മാറിയാണ് നമ്മളിതിൻ്റെ. സൗണ്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചുതരാം. കിക്കടിച്ച ബാറ്ററി ഓടുന്ന വണ്ടിയല്ല. അപ്പോൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ക്ലിയർ ആക്കി വെച്ചാണ്. നമ്മളെ കയ്യിലുള്ള വണ്ടിനെക്കാട്ടി സൗണ്ട് ഉണ്ട് കേട്ടോ. അതുണ്ട്. സൗണ്ട് എക്സ്ട്രാ ചെയ്താണ്. നല്ല നീറ്റായിട്ട് പെയിന്റ് അടിച്ചാൽ മൊത്തം പെയിന്റ് അടിച്ചാണ്. റെഡ് കളർ RCയിൽ കളർ സെയിം അല്ല, പക്ഷെ നമ്മൾ ഫുള്ള് വൃത്തിയാക്കി പെയിന്റ് അടിച്ചാണ്. വണ്ടി വാങ്ങുന്നവർക്ക് നേരെ വാങ്ങാൻ കൊണ്ടെടുക്കാം. മീറ്റർ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. സെൽഫ് കാര്യങ്ങൾ ചാർജ് ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യും. വണ്ടി എന്താ പറയുക ഇവിടെ നിർത്തിയിടുന്നോണ്ട് ബാറ്ററി ഇറങ്ങിയുള്ള അത്രേ ഉള്ളൂ. ബാക്കി നമുക്ക് വർക്കിംഗ് കാര്യങ്ങളൊക്കെ കേരള വണ്ടി. 1, 10 പ്ലസ് റേഞ്ച് വരും. വർക്ക് എടുത്തിട്ട് കൊടുക്കുന്ന വണ്ടി. കുറഞ്ഞ വണ്ടിയാണ് നമ്മുടെ 75 രൂപയ്ക്ക് ഇമ്പൾസ് വരാണ്ട്. അത് എസ്റ്റേറ്റ് ആണ്. ഇന്ത്യൻ പക്ക ഉള്ള വണ്ടി. നിങ്ങൾ അതിനും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അടുത്ത വണ്ടി KL 53S.
ഇതിപ്പോൾ അത്യാവശ്യം നമ്മൾ ആലോചിച്ചുള്ള വർക്ക് കാര്യങ്ങളൊക്കെ എടുത്ത വണ്ടിയാണ്. ഇത് നമുക്ക് ഒരു 1 lakh റേഞ്ച് വരുന്നതാണ്. കറക്റ്റ് എസ്റ്റിമേറ്റ് നോക്കേണ്ടി വരും. ഹൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്, ഡിസ്ക് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അതേപോലെ ടാങ്ക് സൈഡ് കയറ് അങ്ങനത്തെ ചെറിയ ചെറിയ ബ്രംബോ സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അങ്ങനെ അത്യാവശ്യം വൃത്തിയുള്ള ഹൈറ്റ് ചെയ്ത് സ്പെക്കാക്കി സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. അടുത്ത നമ്മൾ KL 01 വണ്ടിയാണ്. ഇതിപ്പോൾ ഒരാൾ കസ്റ്റമറോട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ആൾ പുറത്താണ്. അപ്പോൾ ഇതിന് മോഡൽ KL 01 വണ്ടി, നല്ല വർക്ക്, ഒറിജിനൽ TVM വണ്ടി. പെട്രോൾ ഇതാ വിഷയം, പെട്രോൾ നല്ല അടിപൊളി എക്സോസ് നോട്ടാണ്. സൈലൻസിൽ നമ്മൾ ചെയ്തിട്ട് മഫ്ലർ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല അടിപൊളി സൗണ്ടാണ്. ഇഞ്ചൻ പക്കാ സൈലൻ്റാണ്. നല്ല വർക്കിംഗ് ഉള്ള നല്ല വണ്ടി. അടുത്ത വണ്ടി KL 14 കാസർഗോഡ് വണ്ടി. ഏകദേശം നമ്മൾ 2029 വരെ പേപ്പർ എടുത്താണ്. വർക്കിംഗ് വൃത്തിയുള്ള വണ്ടി, നമ്മൾ വൃത്തിയാക്കിയ വണ്ടിയാണ്. നല്ല വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഇഞ്ചിൻ്റെ വർക്ക് എടുത്തിട്ട് പിന്നെ റിന്യൂവൽ ആയതുകൊണ്ട് പിന്നെ നമ്മൾ പെയിന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ലിയർ ആക്കി വെച്ച വണ്ടിയാണ്. അതുകൊണ്ട് റിന്യൂവൽ ആയതുകൊണ്ട് എല്ലാവർക്കും കസ്റ്റമർക്ക് എല്ലാവർക്കും വാങ്ങാൻ ഭയങ്കര ഒരു മടിയാണ്. അതുകൊണ്ട് റിന്യൂവലിങ് എടുക്കണം എന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മൾ പിന്നെ അത് ഹോൾഡ് ചെയ്തിട്ട് പെയിന്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയാണ്ട് നല്ല പവർ കാര്യങ്ങളൊക്കെ നല്ല സെറ്റാണ്. 2029 വരെ പേപ്പർ നോക്കണ്ട. 29 എന്ന് പറഞ്ഞാൽ ഡിസംബർ വരെ കേട്ടോ. 2029 ഡിസംബർ 2030 വരെ എന്ന് നമുക്ക് പറയാം. അപ്പം ഈ 20 തീയതി വരെ ഉണ്ട് നമുക്ക് ഇതിന്റെ 2029 ഡിസംബർ വരെ പേപ്പർ ഉണ്ട്. 5 കൊല്ലം മൊത്തം പേപ്പർ ഉണ്ട്. അടുത്ത വണ്ടി 98 മോഡൽ 2028 വരെ പേപ്പർ ഫിറ്റ് ആണ്. പൾസർ ഡിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്ക് സിംഗാം ഏതോ എക്സ്ട്രാ ചെയ്താണ്. SDV ഉണ്ട്. അത്യാവശ്യം 1 lakh റേഞ്ച് വരുന്ന മെയ്ഡ് ഇൻ ജപ്പാൻ കാർബറേറ്റർ ഉണ്ട്. ഫ്രണ്ട് ഹൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി. കുറേ വണ്ടി ആയതുകൊണ്ട് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതൊന്നും നോക്കണം. അതുകൊണ്ട് ചിലപ്പോൾ ഡിലേ ഉണ്ടാവും. സീറ്റ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്താട്ടോ. സീറ്റ് ചേഞ്ച് ചെയ്താണ്, ഫിനിക്സിന് ഷോക്ക് ചെയ്താണ്. അങ്ങനെ അത്യാവശ്യം ചെയ്ത് 35 ആണ് 1 lakh റേഞ്ച് വരുന്നത്. അടുത്ത വണ്ടി നമ്മളിത് പള്ളിയിൽ കുറഞ്ഞൊരു വണ്ടി ആട്ടോ. അത് ബജറ്റ് കുറഞ്ഞ് കൊടുക്കാൻ പറ്റും. നമ്മൾ സെയിലിനിട്ട് 86,000 രൂപയ്ക്കാണ്. എന്തായാലും ഇന്ന് വന്നത് വീഡിയോ എടുക്കുന്ന സ്ഥിതിക്ക് നമ്മൾ എന്തെങ്കിലും 80-85 പറഞ്ഞതിനെക്കാട്ടും 80 കുറഞ്ഞ് നമുക്കിത് 2000 പേപ്പർ ഈ കൊല്ലം തന്നെയാണ്. പക്ഷേ പേപ്പർ നമ്മൾ റേറ്റ് ഇതിൽ ചെയ്തു തരാൻ കിട്ടും. 79,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 100 തരാം. നല്ല ഇഞ്ചൻ കണ്ടീഷനുള്ള വണ്ടി കേട്ടോ. ഇഞ്ചൻ കാര്യങ്ങളൊക്കെ പക്കാ ക്ലിയർ ആണ്. നല്ല വർക്കിംഗ് ഉള്ള വണ്ടി. 79,000 രൂപയ്ക്ക് കൊടുക്കാം ധൈര്യമായിട്ട് കൊടുക്കാം. അടുത്ത വണ്ടി KL 07 വണ്ടി. ഏകദേശം നമുക്ക് 2028 വരെ പേപ്പർ ഉണ്ട്. 26 mm കാർബറേറ്റർ ചെയ്തിട്ട് നല്ല വർക്കിംഗ് ആണ്. ഫിനിക്സിന് ഷോക്ക് ഉണ്ട്. നല്ല വർക്കിംഗ് ഉള്ള നല്ല വണ്ടി. ഏകദേശം 85 രൂപ ആ റേഞ്ചിൽ ചെയ്ത് കൊടുക്കാം. അടുത്ത വണ്ടി KL 42F 96 മോഡൽ 2027 പേപ്പർ ഉണ്ട്. അപ്പാച്ചി ഡിസ്ക് ചെയ്തിന്. ഈ സൈഡ് ഒന്ന് നോക്കുകയാണെങ്കിൽ വണ്ടി വൃത്തിയുള്ള വണ്ടി, നല്ല വൃത്തിയില്ല, നല്ല രീതിയിൽ പണിയെടുത്ത നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഏകദേശം 130+ റേഞ്ചിൽ വരും. കേരള വണ്ടിയാണ്. പേപ്പർ ഉണ്ട്, ഗ്രാഫിക്സ് ചെയ്തിന്, ഡിസ്ക് ചെയ്തിന്, SDV ചെയ്തിന്, ഷട്ടയർ ചെയ്തിന്, അത്യാവശ്യം ചെയ്ത വണ്ടിയാണ്. അടുത്ത KL 06 വണ്ടിയാണ്. 100 ആണ്. അത്യാവശ്യം നല്ല കണ്ടീഷനാണ്. 2026 ഓഗസ്റ്റ് വരെ ഉണ്ട്. നമുക്ക് മെയ്ഡ് ഇൻ ജപ്പാൻ കാർബറേറ്റർ ആട്ടോ. മെയ്ഡ് ഇൻ ജപ്പാൻ കാർബറേറ്റർ ആണ്. മെയ്ഡ് ഇൻ ജപ്പാൻ 135 കാർബറേറ്റർ ആണ്. SDV കാര്യങ്ങളൊക്കെ ചെയ്താണ്. അത്യാവശ്യം ബജറ്റിൽ നമുക്ക് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് വണ്ടികളൊക്കെ ഉണ്ടല്ലോ. കുറച്ച് വണ്ടികൾ ഉള്ളിലുണ്ട്. അങ്ങോട്ട് നോക്കിയിട്ട് അതിൻ്റെ ചെയ്യാം. അല്ല 100ഉം 35 ഒക്കെ മിക്സ്. 135 ഉണ്ട്, 100 ഉണ്ട്. ഡീറ്റെയിൽ പറഞ്ഞു. ഇത് ഏകദേശം 120+ റേഞ്ച് വരുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. നിങ്ങൾക്ക് ഇവിടുന്ന് കാണാം. ഗ്രാഫിക്സ് എക്സ്പോർട്സിൻ്റെ ചെയ്താണ്. നല്ല വർക്കിംഗ് ഉള്ള വണ്ടിയാണ്. നമുക്ക് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. നല്ല വൃത്തിയിൽ സെറ്റ് ആക്കിയ ഒരു വണ്ടിയാണ് കേട്ടോ. 100 നല്ല വൃത്തിയാക്കി നല്ല റേഞ്ച് 125 120 ആ റേഞ്ചിൽ 120 റേഞ്ചിൽ കൊടുക്കാം. 2027 വരെ പേപ്പർ വാലിഡ് ആണ്. അടുത്ത വണ്ടി നമുക്ക് പുറത്തത്തെ നോർത്ത് ഇന്ത്യൻ വണ്ടിയാണ്. മഹാരാഷ്ട്ര ടൈപ്പ് ലുക്ക് ചെയ്ത വണ്ടിയാണ്. GBB പഴയ രജിസ്ട്രേഷൻ വണ്ടിയാണ്. 2029 വരെ പേപ്പർ ഉണ്ട്. 88 മോഡലാണ്. നമുക്ക് 1 lakh+ റേഞ്ചിൽ വരുന്നതാണ്. നല്ല വണ്ടിയാണ്. ജപ്പാൻ വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെയാണ്. പക്ഷേ മലയാളീസിനോട് പറയുകയാണ് കേരള വണ്ടി നമുക്ക് ആ റേഞ്ചിൽ നമ്മൾ 1 lakh റേഞ്ച് 1 lakh+ റേഞ്ചിലൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് തരും. അപ്പം പുറത്തത്തെ GBB വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് KEBO അങ്ങനത്തെ ഏതെങ്കിലും നോക്കാം. പിന്നെന്താ ഇത് കൂടുതൽ ഇതിൻ്റെ മുകളിൽ കൂടുതലൊന്നും ചെയ്യാത്ത വണ്ടികളാണ് അവിടെ നിന്ന് വരിക നമുക്ക്. അടുത്ത വണ്ടി KL 50 ഏകദേശം 2025 ഡിസംബർ വരെ പേപ്പർ ഉണ്ട്. 98 മോഡലാണ്. മടുകാട് കാര്യങ്ങളൊക്കെ ചെറിയ റെസ്റ്റോറൻറ്റ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക വേണമെങ്കിൽ. ടാങ്ക് സൈഡ് കവറൊക്കെ അത്യാവശ്യം നീറ്റാണ്. SDV-യിലാണ്. ഷേപ്പുള്ള വണ്ടിയാണ്. 1 lakh റേഞ്ച് വരുന്നതാണ് കേട്ടോ. അടുത്ത വണ്ടി 97 മോഡൽ ഗുജറാത്ത് വണ്ടിയാണ്. നമുക്ക്
ഇതിനെക്കാട്ടി കുറച്ചും കൂടി റേറ്റ് കൂടും, കുറച്ചും കൂടി നീറ്റാക്കിയാണ് ടാങ്ക് സൈഡ് കവർ കാര്യങ്ങളൊക്കെ ചെയ്താണ്. അത്യാവശ്യം വൃത്തിയുള്ള വർക്കിംഗ് കാര്യങ്ങൾ ക്ലിയർ ഉള്ള വണ്ടിയാണ്. ഇതിപ്പം അടുത്ത വണ്ടിയും ഇഞ്ചൻ വർക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ഗുജറാത്ത് വണ്ടി 2029-28 ഓഗസ്റ്റ് വരെ പേപ്പർ എന്തുകൊണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത വണ്ടി രാജസ്ഥാൻ വണ്ടിയാണ്. ഇതൊക്കെ ഏകദേശം 1.30 അല്ല, ആ റേഞ്ച് ഒന്നും വരില്ല. 1 ലക്ഷം റുപ്യ റേഞ്ചിൽ വരുന്ന വണ്ടികളാണ്. ഇത് കുറച്ച് കൂടിയതിനാണ്. ഇതിന് മുകളിൽ നമ്മൾ കാറ്റ് ഉണ്ട്, അതേപോലെ മാഗ്നറ്റിക് കോയിൽ, ക്ലച്ച് ബെല്ല്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മൾ കുറച്ച് നേരം മുമ്പ് പറഞ്ഞ് 2000 പ്ലസ് 2001, 2, 3, 4 വണ്ടി കുറച്ച് മാർക്കറ്റ് റേറ്റ് കൂടുതൽ. അതിൻ്റെ കുറച്ച് ഇഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന സ്പെയർ അല്ലെങ്കിൽ ഓടിക്കാൻ കുറച്ചും കൂടി ഫ്രീ ഉണ്ടാവും. അങ്ങനത്തെ സ്പെയർ പാർട്സുകൾ മാത്രം ഇട്ട് പണിത വണ്ടിയാണ്. അതുകൊണ്ട് ഇത് കുറച്ച് റേറ്റ് ഉണ്ട്. ബാക്കി ഇതൊക്കെ നമുക്ക് 1.10, 1.5 ലെവലിൽ വരുന്ന വണ്ടികളാണ്. അടുത്ത വണ്ടി ഇതൊക്കെ ആ സെഗ്മെൻറ്റിലെ വണ്ടികളാണ്. നമുക്ക് കേരള വണ്ടി ഒരു KBR ഉണ്ട്. ഇതിപ്പോൾ വന്ന വണ്ടിയാണ്, നമുക്കിപ്പോൾ ഇന്നലെ വന്ന വണ്ടിയാണ്. വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ജപ്പാൻ വണ്ടിയാണ്, പഴയ കേരള വണ്ടിയാണ്. ഇത് 88-89 മോഡലാണ്. ഇത് നമുക്ക് 87 മോഡലാണ്. 2 ജപ്പാനാട്ടോ, 87 മോഡൽ വണ്ടിയാണ്. ഇത് KL 55 റീരേജ് ചെയ്ത വണ്ടിയാണ്. ഇത് ഫ്രണ്ട് ഹൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. കുറച്ചും കൂടി നമ്മൾ സൗണ്ട് കാര്യങ്ങൾ ചെയ്തിട്ട് ഇത് സൗണ്ടൊക്കെ ചെയ്താണ്. ഇതിന് മുകളിൽ നമ്മൾ കാര്യമായിട്ട് മേജർ വർക്ക് എടുത്തില്ല. ഇതിപ്പോൾ വന്നാണെങ്കിൽ ചെറിയ ജനറൽ വർക്ക് എടുത്തിട്ടുള്ളൂ. വാട്ടർ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എസ്റ്റിമേറ്റാണ്. എന്നാൽ 1 ലാക്ക് ആ റേഞ്ച് പ്ലസ് എങ്ങനെ നോക്കിയിട്ട് ചെയ്യാണ്ടാവും. ഇത് എന്തായാലും 1.20 റേഞ്ച് വരുന്നതാണ്. ഇത് നമ്മൾ അത്യാവശ്യം പണി എടുത്തിട്ടുണ്ട്. ഇഞ്ചിന് കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലിയർ ആക്കി സെറ്റ് ചെയ്തൊരു വണ്ടിയാണ്. അടുത്ത 2 ഇമ്പൾസ് ഉണ്ടല്ലോ. ഇമ്പൾസ് ഉണ്ട്. ഇമ്പൾസ് നമ്മുടെ ഈ പ്രാവശ്യം ടോട്ടല് ഒരു 5-6 വണ്ടി ഉണ്ട്. അത്യാവശ്യം 1 ലാക്ക് റേഞ്ച് വരുന്ന വണ്ടിയാണ്. നമ്മൾ ബോഡി പാർട്സ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ വേറെ സെറ്റ് പെയിൻ്റ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. രണ്ട് വണ്ടീൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ? രണ്ടും നല്ല വർക്ക് കാര്യങ്ങളൊക്കെ. ഇത് എന്താ പറയുക, ഞാൻ പറഞ്ഞുതരാം. വണ്ടി ഇത് ബോഡി പാർട്സ് പെയിൻറ്റ് അടിച്ചിട്ടാണ് നിങ്ങൾക്ക് തരിക. ഏകദേശം 1 ലാക്ക് റേഞ്ച് വരിക. വർക്കിംഗ് കാര്യങ്ങളൊക്കെ ക്ലിയറിൽ അത്യാവശ്യം ഓക്കെ ഉള്ള വണ്ടി. അടുത്ത വണ്ടിയിൽ നമുക്ക് ബാക്ക് ഡിസ്ക് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. നമ്മളിത് പാർക്കിംഗ് സെയിലിന് എടുത്ത വണ്ടിയാണ്. അത്യാവശ്യം നല്ല കണ്ടീഷനാണ്. ബാക്കി എക്സ്പൾസിൻ്റെ വീല് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അങ്ങനത്തെ കാര്യങ്ങൾ മൊത്തം ക്ലിയർ ആക്കി വർക്കിംഗ് കാര്യങ്ങൾ ക്ലിയറുള്ള നല്ല വണ്ടി. ഏകദേശം 6 ഇഞ്ച് 1 ലാക്ക് 6 ഇഞ്ച് വരുന്നതാണ്. നോക്കിയിട്ട് ചെയ്യാണ്ടാവും. എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാണ്ട് അതിൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്തിരും. അത്യാവശ്യം ഇമ്പൾസ് നമുക്ക് ഇവിടെ സാമുറായി മാക്സിനോട് അത് നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ പറഞ്ഞുതരാം. ഷോർട്ടിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു 40,000 അല്ലെങ്കിൽ 35,000 മുതൽ നമ്മളിത് വണ്ടികളുണ്ട്. മാക്സ് 100 സാമുറായി. ഇതിപ്പോൾ നമുക്ക് KL07 AF ആണ്. 26 വരെ പേപ്പർ ഉണ്ട്. ജസ്റ്റ് ഇങ്ങോട്ട് വന്ന് കാണിച്ചത്. അത് സ്റ്റോക്ക് കണ്ടീഷനാണ്. ഇത് ഈ വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യണം, മോഡിഫിക്കേഷൻ ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ 40,000 രൂപ റേഞ്ചിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വണ്ടിയാണ്. അതിൻ്റെ ഉള്ളിൽ ടാങ്ക് ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുത്താൽ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ടാങ്കാണ്. നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരുന്നൊരു വണ്ടിയാണ്. ഉള്ളിൽ നിന്ന് ഒരു റെസ്റ്റോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. 40 രൂപ റേഞ്ചിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്ത വണ്ടി ഒരു 40-45 രൂപ റേഞ്ച് വരുന്ന വണ്ടിയാണ്. ഫ്രണ്ട് IT കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതൊക്കെ നല്ല വർക്കിംഗ് ഉള്ള വണ്ടികളാട്ടോ. ഇത് നമ്മളിപ്പോൾ പുതിയ റിന്യൂവൽ എടുത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതാണ്. റിന്യൂവൽ കാര്യങ്ങൾ മൊത്തം ക്ലിയർ ആക്കിയിട്ട് ഇഞ്ചിൻ കാര്യങ്ങളൊക്കെ സൈലൻ്റ് ടാങ്ക് ചടുക്കറൊക്കെ പെയിൻറ്റ് അടിച്ചാണ്. മൊത്തം വൃത്തിയാക്കി റിമ്മ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്ത് കട്ട് ചെയ്ത് സെറ്റാക്കി വണ്ടി. ഏകദേശം 50,000 രൂപ റേഞ്ച് നമ്മൾ ഉദ്ദേശിക്കേണ്ട എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും SDV കാര്യങ്ങളൊക്കെ ചെയ്ത് ഫിനിഷ് ഷോക്കൊക്കെ ചെയ്താണ് 50,000 ഉദ്ദേശിക്കേണ്ട എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടാവും. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇപ്പോൾ സെക്കൻഡ് ഓണർ ആണ്. നമ്മളെ പേർക്ക് മാറിയാണ്. 50+ റേഞ്ചിൽ ഉദ്ദേശിക്കുന്നുണ്ട്. സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. ഇതുവരെ ഇപ്പോൾ സെക്കൻഡ് ഓണർ ആയിരുന്നു. പക്ഷേ വണ്ടി എന്തായാലും സെക്കൻഡ് ഓണർ നമ്മൾ ആയെന്നുള്ളൂ. നമ്മളിത് ഓണർഷിപ്പ് എന്ന് പറഞ്ഞില്ല, ഒരാൾ കൊണ്ടുനടന്ന വണ്ടിയാണ്. അടുത്ത വണ്ടി നമ്മളിത് ചെയ്തൊക്കെ ഉണ്ട്. ഇവിടുന്ന് പിന്നെ ഈ കാണുന്നതൊക്കെ നമുക്കൊരു 40, 45, 50 റേഞ്ചിൽ നമ്മളിത് 40, 45, 50, 35 മുതൽ വണ്ടി ഉണ്ട്. നമ്മളത് മാക്സ് 100 ഇപ്പോൾ 35 നമ്മൾ നിങ്ങൾ എടുക്കാൻ വരികയാണ്. ഇപ്പോൾ നിലവിൽ വണ്ടി ഉണ്ട്. വർക്ക്ഷോപ്പിലാണ്, താഴത്തുണ്ട്. അതേപോലെ 1-2 AX100 ഉണ്ട്. AX100 അത്യാവശ്യം ഒരു 50 രൂപ ആ റേഞ്ച് വരുന്നതാണ് AX100. ബാക്കി പഴയ നമ്പറാണ്. വലിയ മേജർ മാറ്റങ്ങളില്ല. പക്ഷേ സ്പെയറിൽ കുറേ മാറ്റം ഉണ്ടാവും. ഇതിന്റെ ഫോർക്കിൽ മാറ്റം ഉണ്ടാവും. കൊണ്ടെടുക്കുമ്പോൾ നമുക്ക് നല്ല ഫീലുള്ള വണ്ടിയാണെന്നുണ്ട്. പഴയ നമ്പർ കാണുമ്പോൾ നമ്പറിനാണല്ലോ മാർക്കറ്റ്. ഇത് നമുക്ക് ചെയ്തേക്കാണ്. ബജറ്റ് വരുന്ന വണ്ടിയാണ്. ഒരു 33,000 രൂപ ലെവലിൽ നമ്മൾ ആസ്കിങ് ആണ്. കുറഞ്ഞു കൊടുക്കും. നല്ല വർക്കിംഗ്, നല്ല നീറ്റ് വണ്ടിയാണ്. അതോ ലാസ്റ്റ് എടുക്കുന്നത് അത് പ്രിയാണ്. അത് അത്യാവശ്യം റേറ്റ് വരുന്നതാണ്. അത് അങ്ങനെ പണിയാൻ വേണ്ടിയുള്ള രീതിയിൽ ആരെങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് കൊടുക്കാം. അത് 42 രൂപ ലെവലിൽ ചോദിക്കുന്നുണ്ട്. അത് നോർമൽ ചേതക്ക് അത് നല്ല കണ്ടീഷനിലെ വണ്ടി 33 കിട്ടുമ്പോൾ ഇത് നോർമൽ RX അല്ലെങ്കിൽ നോർമൽ ചേതക്ക് വാങ്ങുന്ന ആൾക്കാർ ഇത് വാങ്ങരുത്. പക്ഷേ ഇത് പ്രിയൻ്റെ ഒരു ഷേപ്പ് വേറെ. നമ്മൾ വെസ്പ പ്രിയ ഒക്കെ അതിൻ്റെ ടീം വേറെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഷേപ്പ് നോസ് എന്ന് പറഞ്ഞാൽ അത് നല്ല ഷേപ്പിൽ. അത് ചെറിയ വീല് വരെ അതിന് മഡ്ഗാർഡ് ആയാലും നോസായാലും സൈഡിൽ ഡിക്കി ആയാലും അത് അത്രയും ഷേപ്പിൽ വരാം. അങ്ങനത്തെ രീതി വരുന്ന അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എത്രയും വണ്ടിയാണ് നിങ്ങൾക്ക് കാണിച്ചു. ഇഞ്ഞും വണ്ടികൾ താഴത്തുണ്ട്.
പക്ഷേ നമുക്ക് ബാക്കി വണ്ടീൻ്റെ ഡീറ്റെയിൽ വർക്ക് കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് സെറ്റാക്കാം. നല്ല അടിപൊളി കണ്ടീഷനിൽ ഇനിയും വണ്ടികളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.